സീതേ, 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 ഞാൻ കൊച്ചിനെ കണ്ട്. ശരിക്കും കണ്ടോ? ഒരു മിന്നായം പോലെ കണ്ട്. കൊച്ചി ശരിക്കും നന്നായിട്ടുണ്ടോ? ക്ഷീണമാ. ആണോ? പക്ഷെ നന്നായി വെളുത്തിട്ടുണ്ട്. രാവിലെ ഉസ്താദാ പറഞ്ഞ് അവർ കാറും കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പം എനിക്കറിയായിരുന്നു ആ പാടത്തെ വഴിയിലൂടെ വരുള്ളൂ എന്ന്. ഞാനവിടെ പോയി കാത്തു നിന്നു. എനിക്കും കാണാൻ കൊതിയാവണം. ഉസ്താദ് പറഞ്ഞ അവിടെ പോയിട്ട് കൊച്ചിനെ കാണാൻ അവർ സമ്മതിക്കോ? ആ, സമ്മതിക്കുമായിരിക്കും. ആണോ? പക്ഷെ വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ. വെറുതെ അതിനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? ഇപ്പൊ കണ്ട ഒരു താത്തക്കുട്ടിയല്ലെന്ന് ആരും പറയില്ല. ആളുകള് പറയുന്ന നേരാ. എന്ത്? പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ലെന്ന്. അതെന്തപ്പ അങ്ങനെ തോന്നാൻ? അനുഭവം. പേരുൾപ്പെടെ വിലപ്പെട്ട പലതും ഞാൻ ഉപേക്ഷിച്ചില്ലേ. പെൺകുട്ടികൾക്ക് മുൻചിന്ത തീരെ കുറവാണ്. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എന്തൊക്കെ ഇഷ്ടപ്പെട്ടാലും ഞാനില്ലേ. ഇതെന്താ ഏട്ടാ ഇരുട്ടത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടു. പിന്നെ ഉറക്കം വന്നില്ല. നമ്മുടെ മോള് പ്രസവിച്ചു. പെങ്കൊച്ചാ. നിന്നെ പോലെ ഉണ്ട്. നമുക്ക് പെങ്കൊച്ചു മതിയില്ലേ? ദിനം പ്രതി പെണ്ണിന് മഞ്ച ഏറി വരാ. സുഖിപ്പിക്കണ്ട. സത്യം. അതെ, പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ട്. അശത്താത്തയാ പറഞ്ഞേ.
നമുക്ക് ഇന്ന് രാത്രി വീട് വരെ ഒന്ന് പോയാലോ? അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണാൻ കൊതിയാവുന്നു. അത് ഉമ്മയോടൊന്ന് ചോദിക്കണ്ടേ? ഉമ്മയോട് ചോദിച്ചിട്ടാണോ എന്നെ സ്നേഹിച്ചത്? അല്ലല്ലോ. ഉമ്മയോട് ചോദിക്കുന്നതിലും ഭേദം പോണ്ടെന്ന് തീരുമാനിക്കുന്നതാ. ഒരു കാര്യത്തിലും നിന്റെ ഈ മുൻവിധി പാടില്ല കേട്ടോ. ഇല്ല, മുൻവിധി മനസ്സിന്ന് കളഞ്ഞു. ഉമ്മാടെ പുന്നാരമോൻ തന്റെ ഭാഗം ശരിയാൻ തെളിക്കും. കാണട്ടെ. ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ ഉമ്മയും വരുന്നുണ്ടോ? മരുമകളോട് സ്നേഹമുള്ള അമ്മായിയമ്മയുടെ ഉത്കണ്ഠയല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റുമോ? പിന്നെ റിയാനോടെ വരിക വരിക. സൽക്കാരത്തിന് പോവാനല്ല, ചമഞ്ഞൊരുങ്ങാൻ. വാ വാ. ഐഷത്താത്ത കേട്ടത് ശരിയായിരിക്കില്ല സീതേ. ഈ ഹോസ്പിറ്റലൊന്നും ആയിരിക്കില്ല. നിങ്ങൾ കിടന്ന് പിടയ്ക്കാതെ. അതേന്നേ, അവരിപ്പോ വരും. അപ്പുറത്തേക്ക് നിക്ക. ഓ, കൊച്ചു നല്ല നിറം വെച്ചിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്. നമുക്ക് ഇത്തേനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, മോളെ കാണാൻ പറ്റുമെന്ന്. അതൊന്നും വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടാണ്. ഗുരുവായൂർക്കൊന്ന് പോണം. കയ്യിൽ കാശുമില്ല. നിന്റെ കയ്യിൽ കാശുമില്ല ഇരിപ്പുണ്ടോ? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? കിടാവിനെ വിറ്റപ്പം പാല് കച്ചവടം നിന്നില്ലേ? ഉണ്ടായിരുന്ന അന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലേ? ഇനിയിപ്പോൾ 10-30 കാണും, അത്രേ ഉള്ളൂ. ഒരിടം വരെ ഒന്ന് പോയി നോക്കട്ടെ, കിട്ടിയാൽ ഇന്ന് രാത്രി തന്നെ പോണം. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചിന്ത? ഗുരുവായൂർ ചെല്ലട്ടെ, പറയാം. ഞാൻ പറയും പോലെ കേൾക്കണേ. ഏ